മുമ്പ് ഇതെല്ലാം അന്തരീക്ഷത്തിൽ നിന്നിരുന്ന കുറേ ആരോപണങ്ങളാണ് എങ്കിൽ യുവതി ഇതാ പരാതിയുമായി രംഗത്തെത്തുന്നു. സ്വാഭാവികമാണ്, നമുക്കറിയാം ഒരു നിശ്ചിത കാലപരിധിക്ക് ശേഷമാണ് പരാതിയുമായി യുവതി എത്തുന്നത്. നമുക്കൊരിക്കലും ഒരു ഇരയുടെ അല്ലെങ്കിൽ അതിജീവിതയുടെ മാനസികാവസ്ഥയെ ചോദ്യം ചെയ്യേണ്ടതില്ല. പക്ഷേ ഇര എന്ന നിലയിൽ ഒരു പക്ഷേ നിയമപരമായ ഉപദേശങ്ങൾ തേടിയിട്ടുണ്ടാകാം. ഒരു പരാതിയുമായി പോകുമ്പോൾ അത് നിലനിർത്തേണ്ടത് എങ്ങനെ എന്നത് സംബന്ധിച്ച് ഉപദേശങ്ങൾ ലഭിച്ചിട്ടുണ്ടാകാം. എന്തുതന്നെയാണ് എങ്കിലും ഗുരുതരമായ ആരോപണങ്ങൾ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ ഉയരുന്ന പശ്ചാത്തലമാണ് ഉണ്ടാകുന്നത്. നഗ്ന ദൃശ്യങ്ങൾ പകർത്തി അത് കാട്ടി ഭീഷണിപ്പെടുത്തി എന്നുള്ളത് അടക്കം, ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ, ഗർഭചിത്രത്തിന് നടത്തുന്നതിനായുള്ള ഗുളിക കഴിക്കുന്നത് വീഡിയോ കോളിലൂടെ നേരിട്ട് ബോധ്യപ്പെടുത്തി എന്നുള്ളത്, അങ്ങനെയൊക്കെയുള്ള വകുപ്പുകളാണ് ഇനി ദേഹോപദ്രവം പോലെയുള്ള വകുപ്പുകൾ, ഒരുപക്ഷെ വധഭീഷണി പോലെയുള്ള വകുപ്പുകളൊക്കെയാണ് ചുമത്തപ്പെടാൻ പോകുന്നത്. അവിടെ ഈ മുൻകൂർ ജാമ്യം തേടുമ്പോൾ രാഹുൽ മാങ്കൂട്ടം എന്നതൊരു ജനപ്രതിനിധിയാണ്, ഒരു MLA ആണ്. തീർച്ചയായും അതിൻ്റെ പ്രിവിലേജും ഉണ്ടാകും. അതേസമയം ജനപ്രതിനിധി എന്നത് മറ്റൊരു പൗരൻ പുലർത്തേണ്ടതിനേക്കാൾ കൂടുതൽ ജാഗ്രത ജനങ്ങളോട് പുലർത്തേണ്ട ആൾ എന്ന മറുവാദവും ഉണ്ടാകും. അപ്പോൾ മുൻകൂർ ജാമ്യം നൽകുമ്പോൾ അത് ലഭിക്കുക എന്നതും അത്ര എളുപ്പമാകില്ല എന്ന് വേണ്ടേ നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. തീർച്ചയായും, കാരണം മുൻകൂർ ജാമ്യത്തിന് അഭിലാഷ് സൂചിപ്പിച്ച് മറുവാദങ്ങൾ തന്നെയായിരിക്കും അതിന് കൂടുതൽ സാങ്കേതികമായി പരിഗണിക്കപ്പെടേണ്ടത് എന്ന് തന്നെയാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ഇതെല്ലാം അറിയുന്ന ഒരാൾ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ജനപ്രതിനിധി എന്ന രീതിയിൽ തന്നെ സംരക്ഷണം നൽകേണ്ടതയാൾ, എല്ലാ രീതിയിലും സമൂഹത്തോട് ഉത്തരവാദിത്ത ബോധമുള്ള ഒരാൾ, ഇങ്ങനെയെല്ലാം ഈ നിലകളിലെല്ലാം പ്രവർത്തിക്കേണ്ട ഒരാൾ തന്നെ ഇത്തരം ഒരു കാര്യങ്ങൾക്ക് നിർദ്ദേശം നൽകുക അല്ലെങ്കിൽ അതിന് നിർബന്ധിതരാക്കുക എന്ന രീതിയിലെല്ലാം പറയുമ്പോൾ അത് കുറ്റകൃത്യത്തിൻ്റെ ഗൗരവതരമായ അതിൻ്റെ ഒരു വസ്തുതകൾ വർദ്ധിപ്പിക്കുക തന്നെയാണ് ചെയ്യുന്നത്. സ്വാഭാവികമായും അത്തരം കാര്യങ്ങൾ കോടതി പരിഗണിക്കുക തന്നെ ചെയ്യുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ പരാതി നൽകാൻ വൈകി എന്ന പല രീതിയിൽ തന്നെയും പലരും ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ, പക്ഷേ അതൊരു ആ രീതിയിൽ കരുതണമോ എന്നതാണ്. കാരണം ഇതൊരു അതിജീവിതയാണ്, ഒരു ഇരയാണ്. അവർക്ക് ഇത്തരം കാര്യങ്ങൾ ഈ ഒരു പരാതിയുമായി മുന്നോട്ട് വരുന്നതിന് സ്വാഭാവികമായും ഈ പൊതുരംഗത്തേക്കും പൊതു മധ്യത്തിലേക്കും എല്ലാം വരുമ്പോൾ അവർക്ക് തോന്നുന്ന വലിയ രീതിയിലുള്ള മാനുഷിക വൈഷമ്യങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടാകാം. അതെല്ലാം തന്നെ പരിഗണിക്കപ്പെടേണ്ടതാണ്. അത് കോടതിയും മറ്റ് നിയമ സംവിധാനങ്ങളും ആ രീതിയിൽ തന്നെയായിരിക്കാം ഒരുപക്ഷെ അതിനെ കാണുകയും ചെയ്യുക. എന്തായാലും ഈ പരാതിയും അതോടൊപ്പം തന്നെ തുടർന്ന് ഇപ്പോൾ വന്നിരിക്കുന്ന നടപടികളുമെല്ലാം വലിയ രീതിയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ ഇതിന് പ്രതിരോധ കവചം തീർക്കുക എന്നത് തന്നെയാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന രീതിയിലേക്ക് രാഹുൽ മാങ്കൂട്ടവും ഒപ്പം പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് വളരെ പെട്ടെന്ന് ഈ നിയമ സംവിധാനങ്ങളിലേക്ക് കടക്കുകയും അഭിഭാഷകനെ കാണുകയും മുന്നോട്ട് പോവുകയും എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. അഭിഭാഷകൻ്റെ വാക്കുകൾ പറഞ്ഞാൽ കൃത്യമായും ഇപ്പോൾ മുഖ്യമന്ത്രിക്കാണോ ഇത്തരമൊരു പരാതി നൽകേണ്ടത്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലീസ് സ്റ്റേഷനാണോ, എത്ര പരാതികൾ ഇതുപോലെ മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ട് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ അദ്ദേഹം ഇന്നലെ ഉന്നയിക്കുക തന്നെ ചെയ്യും. എന്തായാലും അത്തരം ചോദ്യങ്ങൾക്ക് കൃത്യമായൊരു മറുപടി പിന്നീട് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ അവർ കാത്തിരിക്കുന്നത് ഏതെല്ലാം രീതിയിലാണ് ഈ FIR വന്നിരിക്കുന്നത്, ഏതെല്ലാം വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്, രഹസ്യമൊഴിയുടെ ഒരു സ്വഭാവം എന്താണ്, അതിൻ്റെ ഒരു സാങ്കേതികത്വം എന്താണ് എന്നതിനെല്ലാം ആശ്രയിച്ചാണ് അതിൻ്റെ ഒരു ഗൗരവതരമായ വസ്തുതകൾ പരിശോധിച്ച ശേഷം തന്നെയായിരിക്കും ഇത് കീഴ്ക്കോടതിയിലേക്കാണോ ജാമ്യത്തിന് പോകേണ്ടത് അതോ ഹൈക്കോടതിയിലേക്ക് തന്നെ നേരിട്ട് ചെല്ലണമോ എന്നതെല്ലാം തന്നെ പരിശോധിക്കപ്പെടുന്നത്. വരും മണിക്കൂറുകളിൽ തന്നെ നമുക്കത് ബോധ്യമാകും. കാരണം ഇതൊട്ടും താമസമില്ലാതെ തന്നെയായിരിക്കും ഈ കോടതിയെ സമീപിക്കുക എന്നതാണ്. കാരണം ഈ രഹസ്യമൊഴിയും അത് തുടർന്നുണ്ടാകുന്ന FIR എല്ലാം തന്നെ മുന്നോട്ട് വരുമ്പോൾ അതീവ ഗൗരവതരമാണെങ്കിൽ തീർച്ചയായും അത് രാഹുലിനെ ചോദ്യം ചെയ്യുക, രാഹുൽ മാങ്കൂട്ടത്തെ ചോദ്യം ചെയ്യുക, കസ്റ്റഡിയിലെടുക്കുക തുടങ്ങിയ കാര്യങ്ങളിലേക്കെല്ലാം തന്നെ നീങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ അതേ വേഗതയിൽ തന്നെ കോടതി നടപടികളും ഒരു ഭാഗത്തേക്ക് വളരെ പെട്ടെന്നാക്കാനുള്ളൊരു ശ്രമങ്ങളുണ്ടാകും. ഒരുപക്ഷെ നേരിട്ട് ഹൈക്കോടതിയിലേക്ക് തന്നെ എത്താനുള്ളൊരു സാധ്യതകൾ തന്നെയാണ് നിലനിൽക്കുന്നത്. അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും അത്തരം നടപടികൾ വൈകാതെ ഉണ്ടാകും. വകുപ്പുകൾ അറിയുക, കുറ്റകൃത്യങ്ങളുടെ ഏതെല്ലാം കുറ്റകൃത്യങ്ങൾ, അതിൻ്റെ ഗൗരവതരമായ സാഹചര്യങ്ങൾ എന്താണ് എന്നതെല്ലാം തന്നെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരിക്കും അതിനൊരു മറുപടികൾ നൽകിക്കൊണ്ട് കോടതിയിലേക്ക് ജാമ്യ ഹർജി സമർപ്പിക്കുക എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. നിയമപരമായി ഒരു വശത്തു കൂടി ആ നീക്കങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസിന് ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് MLAയുടെ രാജി ആണ് CPIM ആവശ്യപ്പെടുന്നത്. ഇതുവരെയും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അടിയന്തിരമായി മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി ആരോപണമുയർന്ന ഘട്ടത്തിൽ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കി എന്നതുൾപ്പെടെയുള്ള
പ്രതിരോധങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോഴും ഒരു പരാതി മുന്നിലില്ല എന്നത് കച്ചിത്തുരുമ്പായി ബാക്കിയുണ്ടായിരുന്നു. പക്ഷേ അതുകൂടിയാണ് ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടമാകുന്നത്. ഇതിൽ സജിത്ത്, കോൺഗ്രസിനകത്ത് തന്നെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്തു തുടങ്ങിയ ഘട്ടം മുതൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് കോൺഗ്രസിലുണ്ട്, കോൺഗ്രസിൻ്റെ പോഷക സംഘടനകളിലുണ്ട്, യൂത്ത് കോൺഗ്രസിലുണ്ട്, മഹിളാ കോൺഗ്രസിൽ അടക്കമുണ്ട്. ഇന്നലെ ന്യൂസ് 18 ചാനലിൽ അടക്കം സജ്ജന എന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് അതിരൂക്ഷമായ ഭാഷയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വിമർശനം ഉന്നയിച്ചത്. AICCക്ക് അവർ പരാതി നൽകിയ പശ്ചാത്തലമുണ്ടാകുന്നു. അതിജീവിതയിൽ നിന്ന് നേരിട്ട് വിവരങ്ങൾ ശേഖരിച്ച് രാഹുലിനെതിരെ നടപടി ആവശ്യപ്പെടുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. ദീപ്തി മേരി വർഗീസിനെ പോലെയുള്ളവർ ഇതാ ഇപ്പോഴും രാഹുലിനെ തള്ളിപ്പറയുന്ന സാഹചര്യമുണ്ടാകുന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ ഇത് ചോദിച്ചു വാങ്ങിയ അടിയാണ് എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷെ മറുഭാഗത്താകട്ടെ കെ സുധാകരൻ നേരത്തെ തന്നെ രാഹുലിനെ കഴിഞ്ഞ ദിവസങ്ങളിൽ പിന്തുണച്ചു വന്നു. മുരളീധരനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ ഇപ്പോഴിങ്ങനെയൊരു പരാതിയുമായി വരുന്നത് കൃത്യമായ രാഷ്ട്രീയ അജണ്ടയാണ് എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഒരു ഭാഗത്ത് കോൺഗ്രസിന് രാഷ്ട്രീയ എതിരാളികളെ നേരിടേണ്ട പശ്ചാത്തലമുണ്ടാകുന്നു. അതേസമയം തന്നെ കോൺഗ്രസിനുള്ളിലെ ഈ അഭിപ്രായ ഭിന്നതകളെയും പരിഹരിക്കേണ്ടതായ സാഹചര്യമല്ലേ ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള പ്രതിസന്ധിയല്ലേ ഇപ്പോൾ കോൺഗ്രസ് നേരിടുന്നത്? പ്രശ്നങ്ങളുമുണ്ട്. കാരണം രാഹുലിനെതിരായ നടപടിയിൽ വ്യക്തതക്കുറവുണ്ട്. കൂടുതൽ കടുത്ത നടപടി വേണമെന്ന വാദമുയർത്തുന്നവർ കോൺഗ്രസ് രംഗത്തുണ്ട്. ചിലരത് പരസ്യമായി പറയുന്നു, പക്ഷേ ചിലരത് അഭിപ്രായം ഉണ്ടെങ്കിൽ കൂടിയും അത് പരസ്യമാക്കപ്പെടുന്നില്ല. ഇതാണ് കോൺഗ്രസിന്റെ പൊതു സാഹചര്യം. നേതാക്കൾക്കെല്ലാം പരസ്യ നിലപാടെടുക്കാൻ വെല്ലുവിളിയാവുന്നത് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യമാണ്, തെരഞ്ഞെടുപ്പ് എന്നത്. ഇപ്പോൾ അഭിലാഷ്, ലഭിക്കുന്ന ചില സൂചനകൾ അനുസരിച്ച് കോൺഗ്രസ് കൂടുതൽ കടുത്ത നടപടിയിലേക്ക് കടന്നേക്കില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് രാഹുലിനെ നിലവിൽ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ആ നടപടിക്ക് അപ്പുറത്തേക്കുള്ള ഒരു നടപടിയിലേക്ക് നിലവിൽ കടക്കാനുള്ള സാധ്യതയില്ല. വളരെ